ഇന്ന് രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റു. അമ്മ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അവിടെ കഷ്ണങ്ങളൊക്കെ അരിയുന്നുണ്ട്, സാമ്പാറിനും അവിയലിനൊക്കെ ഉള്ളത്. എന്തിനാ നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യുന്നത് വിചാരിച്ചാൽ ഇന്നാണ് 9ാം മാസത്തിലെ വയറ് കാണാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത്. വീട്ടുകാർ കുറച്ച് പേര് മാത്രം വരുന്നുള്ളൂ. ഞാൻ വേഗം പൂവരിഞ്ഞു പൂവൊക്കെ ഇട്ടു. അപ്പോഴേക്കും പാപ്പനും മേമയും അച്ഛമ്മയും മൂത്തി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. എല്ലാവരും അടുക്കളയിൽ ഓരോ പണിയിലൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കസിൻസും എത്തി. പിന്നെ യദു വന്നിട്ടുണ്ട്. ഏട്ടൻ്റെ വീട്ടുകാർ ഇവിടെ എത്താറായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി സാരിയൊക്കെ കൊടുത്തു. ധനുവിന് കിട്ടിയ സാരി കേട്ടോ. അപ്പോൾ അവരിവിടെ എത്തിയിട്ടുണ്ട്. അല്ലിമോള് ദേണ്ട് ഓടി വരുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ. അവിടുന്ന് അച്ഛനും അമ്മയും ചിറ്റിയും ഏട്ടനും ചേച്ചിയും കുഞ്ഞാറ്റിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ. അല്ലിമോളും യദുമോനും പെട്ടെന്ന് കൂട്ടായിട്ടുണ്ടായിരുന്നു. യദുമോൻ്റെ മുടിയൊക്കെ വാർന്നു കൊടുക്കുകയായിരുന്നു അല്ലി. വന്നവർക്കൊക്കെ ചായയും കാര്യങ്ങളും കൊടുത്തു. ഉച്ചത്തേക്കുള്ളത് പാത്രങ്ങളിലാക്കുകയാണ് അടുക്കളയിൽ. പാപ്പനും അച്ഛന്മാരും ചേട്ടനും എല്ലാവരും ചേർന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ നേരത്തെ ഷൈജിട്ടായിട്ട് അടുക്കളയിൽ മീനൊക്കെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നവർക്ക് എല്ലാവർക്കും ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അല്ലിക്ക് ഞാൻ കുറച്ച് വാരി കൊടുത്തു വായിലിട്ടിട്ട്. കളർ മേടിക്കും. ബ്ലൂ എവിടെ? ഇത് ബ്ലൂ അല്ല, സ്കൈ ബ്ലൂ. മറ്റേ ബ്ലൂ ഇതാ. ചേച്ചി കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചി കുഞ്ഞിന് കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കഴിക്കാനിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ വേഗം തന്നെ ഇറങ്ങി. ഇവിടുന്ന് വീട്ടിലേക്ക് 8-8.5 മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട് ഇവർക്ക്. അതുകൊണ്ടാണ് ഇവർ വേഗം ഇറങ്ങിയത്. പൊന്നാണേ. 9ാം മാസം ആയതുകൊണ്ട് തന്നെ 9 കൂട്ടം പലഹാരങ്ങളായിട്ടാണ് അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞിനുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളും എനിക്കൊരു ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പലഹാരങ്ങളൊക്കെ അടുത്ത വീട്ടിലോട്ടും കുടുംബക്കാരെ വീട്ടിലോട്ടൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അത് ഒരു വെക്കുകയായിരുന്നു. പിന്നെ വന്നവരെല്ലാവരും വൈകുന്നേരം ആയപ്പോൾ തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുഞ്ഞിന് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി. നല്ല ക്യൂട്ടായിട്ടുള്ള നെറ്റിൻ്റെ ബെഡ് ഉണ്ടായിരുന്നു, കാരി നെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പാമ്പർ, എനിക്കൊരു ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ടവൽസും റബ്ബർ ഷീറ്റ്, പിന്നെ തലയിൽ ക്യാപ്പുള്ള ടൈപ്പുള്ള ഒരു സ്വാഡിൽ ക്ലോത്തും ഡ്രൈ ഷീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മിറ്റൻസും ക്യാപ്സും ബൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.